ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈഷൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇന്ന് ഷോർട്സ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ലോങ് വീഡിയോ ആയി മാറിയിരുന്നു കേട്ടോ. അല്ലുട്ടനെ സ്കൂളിൽ വിട്ടു. ഞാനും അമ്മയും തുമ്പമ്മയും കൂടെ പോണത് എൻ്റെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ അച്ഛൻ്റെ കൂടെയാണ് പോവാറ്, പക്ഷേ ഇന്ന് അച്ഛൻ എവിടെയോ പോകാനുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ വിളിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇനി ഒറ്റയ്ക്ക് പോകണം അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് അമ്മയും പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓട്ടോ ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ മുക്കിലേക്ക് നടന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഓട്ടോയും വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഷുഗർ എന്തായാലും ഇച്ചിരി കൂടാനാണ് ചാൻസ്. ബിക്കോസ് വീട്ടിൽ നിങ്ങോട്ട് വന്നതിൻ്റെ ഒരു കുറച്ച് ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ഷുഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കണം മാത്രമല്ല, നമ്മളെ ഉറക്കമില്ലായ്മ, ടെൻഷൻ, കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഇതിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷുഗർ കുറച്ച് കൂടുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് ഗൈസ്. ഷുഗറും അതുപോലെ എൻ്റെ മൈൻഡും ബാക്ക് ടു നോർമൽ ആവാൻ ഒരു ഇച്ചിരി സമയം എന്തായാലും എടുക്കും. വീട്ടിൽ നിന്ന് നോക്കിയ സമയത്ത് ഷുഗർ 80 FBS കേട്ടോ. അതുപോലെ PPBS ആണെങ്കിലും 130 ആയിരുന്നു. ഒരു വിധത്തിൽ കൺട്രോളായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇത്തവണ ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ FBS എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പം അമ്മേനോട് ഞാൻ അവിടുന്ന് പൂരി വാങ്ങിച്ചോളാൻ പറഞ്ഞു. കാരണം ഇന്ന് വീട്ടിൽ പത്തിരിയാണ്. പരിഭക്ഷണം ഞാൻ അങ്ങനെ രാവിലെ കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് അവിടുന്ന് പൂരി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതേ വണ്ടിക്ക് തന്നെ തിരിച്ചു പോരുകയാണേ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇൻസുലിൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ടുള്ള മെഡിസിനും കഴിച്ച് 2 hour ആവുന്നതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അടുത്ത ടെസ്റ്റും ചെയ്യണം. PPBS എടുക്കണം. അതിനും ചിലപ്പോൾ ഞാനും അമ്മയൊക്കെ തന്നെ വരേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ പോരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഭാഗ്യവശാൽ അച്ഛൻ വന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മളെ വീട്ടിലേക്ക് ലക്ഷറി സാധനം വാങ്ങാനുണ്ട്. വെളിച്ചെണ്ണ ഇപ്പം ലക്ഷറി സാധനമാണല്ലോ. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ പോലെ ഇളയം ഏതാ നിൽക്കുന്ന എൻ്റെ മക്കളെ കുറച്ച് ദിവസമായി ഇവരെ വിരഹദുഃഖം തുടങ്ങിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, വിരഹദുഃഖം പറഞ്ഞു തീർക്കുകയാണല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇളമ പിന്നെ അതിൻ്റെ പ്രായമല്ലേ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നെയാണ് നമ്മുടെ ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഷോർട്സ് എടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ലോങ് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ കാര്യമായിട്ട് ഇവിടെ ഉള്ളി അരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവരും അരിയുമ്പോൾ ചക്ക 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 ചക്കാന്ന് അരിയണമെന്ന്. പക്ഷേ അമ്മ ചെയ്യണം എനിക്ക് പേടിയാണ്. കാരണം ഞാൻ എപ്പോൾ കത്തി തൊട്ടോ അപ്പൻ്റെ കൈ മുറിയും. അത് എപ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ഇത്തരം പരിപാടികൾ ആക്കാറുള്ളൂ. പിന്നെ രാവിലത്തെ മെറ്റ്ഫോമിൻ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ബോധം പകുതിയിലേറെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അമ്മയാണ് കേട്ടോ അടുക്കളയിൽ പണി. എന്തോ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയുകയാണ്. വീട്ടിലത്തെ ഓർമ്മയിലേ അമ്മയല്ല അമ്മ ഇളയമ്മ കേട്ടോ. അപ്പോൾ ഇവിടെയാണല്ലോ ഉള്ളത്. അതോ ഇടയ്ക്ക് മറന്നു പോകും ഞാൻ തന്നെ കുറേ ദിവസമായിട്ടേ. അങ്ങനെ അമ്മ ഇളയമ്മയും അവിടെ നിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ പരിപാടികളെന്ന് ഉഷമ്മേൻ്റെ സ്പെഷ്യൽ സാമ്പാറാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞു പണികളൊക്കെ ചെയ്തു കൊടുക്കാറ് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഉച്ചവരെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ലോകത്തല്ല, ഞാൻ വേറൊരു വേൾഡിലാണ്. തല കറങ്ങുന്ന വേൾഡിലാണ് കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ ഒരു ഇച്ചിരി കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിന്ന് ഇവിടെ നിന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇളയമ ഈ കഥ പറയുന്നത് എന്താ പറയുക, ഞങ്ങളെ വെക്കേഷനെ കുറിച്ചാണ് പറയണത്. ഞാൻ അത് കഴിച്ചു ഇത് കഴിച്ചു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇളയമ്മ ഞാൻ ആ അമ്പലത്തിൽ പോയി മറ്റേ അമ്പലത്തിൽ പോയി എന്നിട്ട് ഇളയമേൻ്റെ കഥയും പറയും. കാരണം ഇളയമേ കുറച്ച് ദിവസം വീട്ടിലായിരുന്നല്ലോ. ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോൾ ഒരു സുഖം. അല്ല ഞാൻ ഇപ്പോൾ എവിടെയും പോയിട്ട് ഞാൻ മൂലയ്ക്ക് ചുരുണ്ട് കൂടിയിട്ടുണ്ടാവും. തുമ്പമ്മ അതിൽ ഓടി കളിച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആരാ വരുന്നതെന്നല്ലേ. ആദ്യം വരാൻ പോണത് കല്യാണി ഹേസു എന്ന് വരും. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നുണ്ട്, രാജീവച്ചൻ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചക്കേശൊക്കെ ആകുമ്പോൾ റീനമ്മയും ഉണ്ണിച്ചനും വരും. കാരണം റീനമ്മയും ഉണ്ണിച്ചനും 7-ാം തീയതിയാണ് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോണത്. അപ്പം എന്താ പറയുക, പോണതിന് മുന്നേ ഒന്നുകൂടെ വരികയാണ് കേട്ടോ. ഒരു വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പവും അമ്മയും ഉണ്ണിയച്ഛനും കൂടെ വയനാട്ടിൽ പോയി അമ്മമ്മേനെയും അമ്മച്ചനെയൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഇനി ഒരു ദിവസം കൂടി അല്ലേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പോയി കഴിഞ്ഞാൽ കുറച്ച് വെയിലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒന്നുകൂടെ വന്നിട്ട് മക്കളെ കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സാമ്പാറും ചിക്കനും ഒക്കെ സെറ്റാക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. പക്ഷേ അപ്പോഴാണ് ആ നഗ്നസത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. 2 കൂട്ടരും ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ. അച്ഛൻ മസൽമാൻ തീർത്ത ദാമ്പത്യം എന്നുള്ള പോലെ ബാക്കിൽ വന്ന് നിൽക്കരുത്, കൊടുത്ത പൊക്കരുത്. വീഡിയോ ഓണാണ്. കാണുന്നില്ലല്ലോ ഞാനൊക്കെ ഇതുപോലെ തന്നെ ഇടും. അതല്ല
അല്ലേലേ ഇപ്പം അച്ഛന് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ എല്ലായിടത്തും ആ വ്ളോഗ് ഇതാണ് പറയൽ കേട്ടോ. അച്ഛൻ എന്ത് ചെയ്താലും ഇപ്പോൾ നാട്ടുകാർ അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ സെൻസർ ബോർഡൊക്കെ വീട്ടിൽ തന്നെ വെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ ഇതാ ബാക്കി പരിപാടികൾ കിടക്കുക. ഞാൻ പഞ്ചസാര പാത്രത്തിലാക്കുക. അപ്പം ഞാൻ പറയും എന്തേരോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ പഞ്ചസാരയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൊതിയാട്ടോ. നന്നായി പഞ്ചസാരയൊക്കെ ഇട്ടൊരു ചായ അടിക്കാനൊക്കെ പൂതിയാവുക ചെയ്യുന്നത്. ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലും തുമ്പി അവിടെ കളിയിലാണ് കേട്ടോ. ഓരൊച്ചപ്പാട് കേൾക്കുന്നത് ഞങ്ങൾക്ക് സമാധാനമാണ്. സൈലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്, പോയി നോക്കണം. കാരണം എന്താ അവർ ഒപ്പിക്കാന്ന് പറയാൻ പറ്റില്ലേ. സത്യം പറയണേൽ അല്ലൂസ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ശാന്തതയാണ് കേട്ടോ. കാരണം വെച്ചാൽ തുമ്പം അങ്ങനെ ഒച്ചപ്പാണ്ടാക്കാതെ ഓളതായ ലോകത്ത് കുട്ടീനെ കുളിപ്പിച്ചും കുട്ടീനെ ഉറക്കിയുള്ള കളിയൊക്കെ ആയിരിക്കും. അല്ലൂസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തുമ്പി വേറൊരു വേർഷനിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ രണ്ടും കൂടെ ഒച്ചപ്പാടും ബഹളവും എന്താ അവർ ഒപ്പിക്കാന്നുള്ള പേടിയിലാണ് കേട്ടോ നിൽക്കാറ്. തുമ്പീൻ്റെ ചുണ്ട് കുറേയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ ഇപ്പോൾ തണുപ്പും കൂടെ ആണ്ട് വല്ലാതൊരു വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ മക്കളെ ഒരു രക്ഷയില്ല. ഞാൻ ഇതിന് ഭയങ്കര അഡിക്റ്റാണ്, ഭയങ്കര ഫാനാണ് കേട്ടോ. അത് വേറെ ആരുണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റിക്ക് ഫീൽ ചെയ്യാറില്ല. അങ്ങനെ ഞാൻ സാമ്പാർ ആയപാടും ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും സാമ്പാറും ചിക്കൻ പൊരിച്ചതും എടുത്ത് കഴിച്ചു കേട്ടോ. ആദ്യം ഞാൻ കഴിച്ചിട്ട് പിന്നെ മക്കൾക്ക്. അതാണ് ഇപ്പോഴത്തെ ചടങ്ങ്. കാരണം ഓരോ തീറ്റിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തരം എനർജി വേണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കഴിച്ച എനർജി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടെ കഴിയുന്നൊക്കെയുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് ഇതാ വന്നിട്ടാ. അപ്പോൾ ഹേസു ഇതെല്ലാവരും കാര്യമായിട്ട് നോക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമല്ലേ പിന്നെ. അപ്പോഴാണ് ഇതാ ആളൊക്കെ കണ്ടത്. ഇത് കല്യാണീൻ്റെ ആപ്പനാണ്, അതായത് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ആപ്പം പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ലോഡ് സാധനം കൊണ്ടാണ് അവിടെ അങ്ങോട്ട് വരുന്നത്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഹേസുവിനെ വലിയൊരു പരിചയഭാവമൊന്നുമില്ല കേട്ടോ. ഞാൻ വേഗം പോയി എടുത്ത്. എന്നാലും ഈശ്വര, ഞാൻ വീണ്ടും ഈ തള്ളിയുടെ അടുത്ത് എത്തിയോ എന്നുള്ള മട്ടിലായിരുന്നു അവളെ നോട്ടം. കുട്ടി അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആടെ ഉള്ളവരെ പരിചയം ഉണ്ടാവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഉള്ളവരെയും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അതാ ചെറുതായിട്ട് ചിണുങ്ങാനൊക്കെ തുടങ്ങി ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ ഞാൻ നിൻ്റെ വല്യമ്മയടി, ഞാൻ വല്യമ്മയാന്നൊക്കെ പറഞ്ഞ് അമ്മേൻ്റെ അടുത്ത് പോകുന്നില്ല. എല്ലാവരും ഒരുമാതിരി നോട്ടേനു കേട്ടോ. അങ്ങനെ ഹേസുവിനെ കുറേ ആയി ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ പറയും എനിക്ക് മണക്കാൻ പൂതിയാവുന്നത്. കാരണം ഞാൻ ഹേസുവിനെ വലിയിച്ച് കയറ്റല കേട്ടോ. അപ്പോൾ ഞാൻ ഹേസുവിനെ കിട്ടിയപാട് ഒന്ന് മുതലെടുക്കാൻ നോക്കിയെങ്കിലും അവൾ നൈസായിട്ട് അവളുടെ മമ്മിയുടെ കയ്യിലേക്ക് തന്നെ ചാടി. കുറച്ചൊരു പരിചയക്കാട് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. ഇപ്പോൾ പിന്നെ പെർഫെക്റ്റായി, സെറ്റായി. ഇവിടെ ഹേസുവിന് എന്തൊക്കെയോ മാറ്റം എനിക്ക് ഫീൽ ചെയ്യട്ടോ. അത് മേ ബി കുറച്ച് നമ്മളെന്നും കാണുമ്പോൾ നമുക്ക് ആ ചേഞ്ചസ് മനസ്സിലാവില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് അവിടെയല്ലേ, അപ്പോൾ കുറേ മാറ്റങ്ങൾ ഫീൽ ചെയ്യാം. ഒന്നാമത് കുട്ടിയുടെ അമ്മച്ചൻ കുട്ടിയുടെ മുടിയൊക്കെ വെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ നമുക്ക് പൊട്ട് വെച്ചാൽ തന്നെ വേറെ ലുക്കാണ്. അങ്ങനെ ഞാൻ തൊക്കെ ലാൽ സലാം എന്നാ പറയാ. ഇൻ്റെ ഏതൊക്കെയോ വ്ളോഗിൽ കുടിക്കുന്നു പറഞ്ഞിട്ട് മുരളിയേട്ടനോടും ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് അത്രേ. എന്തായാലും ആരും നമ്മൾ വെറുതെ വിടൂല. പിന്നെ അത് ആപ്പനെ ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ആപ്പനെ ഞാൻ ഇന്നത്തെ കൊണ്ട് സെറ്റാക്കി തരുന്ന പറഞ്ഞത്. രാജീവച്ചൻ വന്ന പാടും പറഞ്ഞു. എന്നാളെ ഞാൻ OPയിൽ മെഡിക്കൽ കോളേജിലാണ് രാജീവച്ചൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഏതൊരു കുട്ടി പറഞ്ഞത്രേ, ഞാൻ കല്യാണി ചേച്ചീൻ്റെ അച്ഛനല്ലേ എന്ന്. അപ്പോൾ അതേന്ന് പറഞ്ഞു. എങ്ങനെ അറിയാമെന്ന് വെച്ചപ്പോൾ ഞാൻ ദൃശ്യ ചേച്ചീൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട് എന്ന്. സോ ഇവരെവിടെ പോയാലും ഇപ്പം ഞാൻ അറിയലുണ്ട്. അതൊരു നല്ലതാണ്. ഇവരൊക്കെ എവിടെയൊക്കെ പോകുന്നത് നമുക്ക് അറിയാലോ. എന്തായാലും കല്യാണി ഹേസും ഒക്കെ എത്തി. ഞങ്ങളിതാ ബാക്ക് ടു ഞങ്ങളുടെ പഴയ ലൈഫ് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഹേസു ആണെങ്കിൽ അവളെ അമ്മച്ചനെ അങ്ങോട്ട് ഒട്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം കുറേ അവിടെയല്ലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങ് ജെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് പറിച്ചു നടാറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് മെല്ലെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി നോക്കി. എന്നാലും അങ്ങോട്ട് സെറ്റ് ആവാൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് അവൾ. എന്തായാലും ആവുമല്ലോ പാവം കുട്ടി. തുമ്പി കുറേ ഹേസുവിൻ്റെ വാലുമ്മൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓള് ഓളൊരു ഏട്ടൻകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഫ്യൂച്ചറിൽ എന്താവുമെന്ന് അറിയില്ല. പക്ഷേ അല്ലൂസേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. അല്ലൂസ് വിളിച്ചാൽ ഒരു സ്പെഷ്യൽ ഒരു അറ്റൻഷൻ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുല്ലുമില്ലേ. ഞങ്ങളൊക്കെ തേച്ചെന്ന് 10 വട്ടം വിളിച്ചാലോട് തിരിഞ്ഞു നോക്കിയില്ല. അല്ലൂസ് ഒരൊറ്റ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കും കേട്ടോ. അത് ഒക്കെ ഒരു ഭയങ്കര ഇതാണ് അല്ലൂസിനോട്. എനിക്കൊന്ന് ആൺകുട്ടികളോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും. തുമ്പമ്മയ്ക്ക് ഇന്ന് ഞാൻ എക്സ്ട്രാ ഒരു കുടുംബം കെട്ടിക്കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. പിന്നെ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. കപ്പ, പിന്നെന്താ ചിക്കൻ കറി, ബ്രെഡ്, പിന്നെന്തായിരുന്നു സാമ്പാർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. കണ്ടോ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ഹെയർ സ്റ്റൈലും. ഇവിടെ അവർ കളിയൊക്കെ തുടങ്ങി കേട്ടോ. ഒരു പൂരമായിരുന്നല്ലോ, കല്യാണീൻ്റെ അവിടെ പൂരമായിരുന്നു. അപ്പം അവിടുന്ന് കുറേ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും പാടി ഇരുന്ന് കളിക്കുകയാണ്. അമ്മയും ഉണ്ണേശനും ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കാകുമ്പോൾ എത്തുമെന്ന്, പക്ഷേ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് അവിടെ അപ്പമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അലക്കിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ രാജേഷൻ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പോവാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. തുമ്പമ്മ ഇതാ പൊക്കിക്കൊടുത്ത് അവളും യാത്ര പറയുന്നുണ്ട്. വലിയ കാര്യമാണ് കേട്ടോ. രാജേഷിനോട് അല്ലൂസിനാണെങ്കിലും ഓന് കരാട്ട അതും ഇതും ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ആപ്പനോടും അതെ. അപ്പോൾ ഓരൊക്കെ പോവാണ്. യേശു ഇതാ കാര്യമായിട്ട് എന്തോ ഒരു അന്താളിപ്പിലാണ്. കുട്ടീൻ്റെ അമ്മച്ചൻ പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. ഇതിപ്പോൾ ഞാനും നന്നായിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് എനിക്കും അറിയാൻ പറ്റും. നമ്മൾ കുറേ ദിവസം നമ്മളെ വീട്ടിൽ നിന്നിട്ടേ പിന്നെ ഇങ്ങടേക്ക് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു പറിച്ച് നടൽ നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും കേട്ടോ. കാരണം പിള്ളേരും നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങ് സെറ്റാവും. ഒറ്റയ്ക്കൊരു വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ലാതെ അത് ബാധിച്ചേനെ. തുമ്പമ്മ അപ്പം ഇതിനെ കാര്യം അറിയാം. ഞാൻ ടാറ്റ കൊടുത്തില്ല എന്നോള് നല്ലോണം ടാറ്റ കൊടുത്തല്ലേ. അത് ഞങ്ങൾ മോള് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഉണ്ണിയച്ഛനും അമ്മയും വന്നതെന്നാണ് വിളി വന്നത്. അപ്പോഴത്തേക്ക് ഇത് അവർ രണ്ടും പാടെ ഇറങ്ങി ഓടി. അപ്പം ഞാൻ താഴെ വന്ന് നോക്കുമ്പോഴത്തേക്ക് തുമ്പമ്മയ്ക്ക് അംഗനവാടി പോകാനുള്ള ബാഗൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അല്ലൂസും തുമ്പി ഒരു സർപ്രൈസ് കിട്ടി. അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുന്ന സമയത്താണ് അമ്മയും ഉണ്ണിയച്ഛനും കൂടെ കയറി വരുന്നത് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കാവേ. പിന്നെ ഇതാ ഉണ്ണിയച്ഛൻ ഹെയ്സു വിളിച്ചിട്ട് ഹെയ്സു അങ്ങോട്ട് പോകണില്ല. കാരണം അവൾ ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റ് ആവണേ ഉള്ളൂ. മിഠായിയൊക്കെ കൊടുത്തപ്പോൾ വേഗം കൈകൊണ്ട് വാങ്ങിച്ചു കേട്ടോ. അവൾ കഴിക്കാറൊന്നുമില്ല, എന്നാലും അങ്ങനെ കൊടുത്തപ്പോൾ വേഗം വാങ്ങിച്ചു. പിന്നെ അതാ കുറച്ച് നേരം എല്ലാവരും പാടെ വർത്താനൊക്കെ പറഞ്ഞു നിന്നു. ഹെയ്സു അങ്ങോട്ട് പോകണില്ല, കണ്ടില്ലേ, നമ്മളങ്ങോട്ട് എടുത്തിട്ട് പോകണം. അവൾ കൈ നീട്ടി വരും എന്നൊന്നും പ്രതീക്ഷിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ എന്തോ നോക്കുന്നുണ്ട്. ഇത് ഷീബമ്മയാണോ എന്നൊക്കെ എനിക്ക് നോക്കുന്നുണ്ടാവുക. അവിടെ പോയപ്പോൾ ഷീബമ്മ കുട്ടിയായിട്ട് ഷീബമ്മേൻ്റെ വാലുമേലായിരുന്നു എന്നാണ് കല്യാണി പറഞ്ഞത് കേട്ടോ. ഷീബമ്മ എന്ന് വെച്ചാൽ കല്യാണീൻ്റെ അമ്മ. എൻ്റെ അമ്മേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പുതിയ ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മേലുമ്പോൾ നൂരാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ അപ്പോൾ അതാ പറഞ്ഞത്, എൻ്റെ അമ്മയെ എത്ര ചുരിദാറുണ്ട് പിന്നെ ഇത് തന്നെയാണ് ഒട്ട് വന്നതെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അരിനടുത്ത് പോണ സമയത്ത് ഇതാണല്ലോ ഒട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും പാടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കൊണ്ടുവന്ന മിഠായിയൊക്കെ വേഗം ശാപ്പാട് അകത്താക്കിയിട്ടുണ്ട്. അത് പിന്നെ തുമ്പി അല്ലൂസ് അതിൽ ഫസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലൂസ് ഉണ്ണിയച്ഛനോട് പറഞ്ഞിട്ടോ അവൻ്റെ സ്റ്റഡി ടേബിൾ മുകളിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഉണ്ണിയച്ഛൻ മുകളിൽ ടേബിളും കൊണ്ട് മുന്നിൽ പോയിട്ടുണ്ട്, അല്ലൂസ് ചെയറും കൊണ്ട് ബാക്കിലും പോയിട്ടുണ്ട്. ഓൻ ഇനി മുതൽ മുകളിൽ നിന്നാണ് പഠിക്കുന്നത്. സെറ്റാവുകയാണല്ലോ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. പേപ്പറൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ കുട്ടി അങ്ങനെ ആയതാണ്. അത് കഴിഞ്ഞതാണ് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ കപ്പ കഴിക്കാറില്ല, കാരണം കപ്പ ഭയങ്കര ഷുഗറാണ്. അപ്പോൾ അത് കഴിക്കാറില്ല. പിന്നെ ഞാൻ ആകെ ഒരു ബ്രെഡ് എടുത്ത് കഴിച്ചു, അത്രയാണ്. പിന്നെ ചിക്കനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. അല്ലൂസിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ചിക്കൻ കണ്ണിൻ്റെ ദൃഷ്ടി കണ്ടുകൂടായിരുന്നു. ചിക്കൻ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഉണക്കലിമീൻ അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. അങ്ങനെ അത് അച്ഛനും അമ്മയും പുല്ലരിയാൻ വേണ്ടി പോവാണ്. അമ്മയും ഉണ്ണിയച്ഛനും ഇപ്പം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇപ്പം വരെ ചുള്ളാനായിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയാണ് ആർക്കും ഗിവ് അവേ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, കൊടുക്കുക, തിരിച്ചെടുക്കുന്നതല്ല, പിറ്റേ തന്നെ ഞങ്ങൾ കൊണ്ടുതരുമെന്നാണ് പറയുന്നത്. അച്ഛന് നല്ല ഗ്ലാമർ വെച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ എങ്ങനെ പെട്ടെന്ന് ഗ്ലാമറായി ചെറിയ ചെക്കൻ തന്നെ അച്ഛൻ എന്നൊക്കെ പറയും. അമ്മ അത് കേൾക്കുന്നുണ്ടോ? അവൻ പറയും ഇപ്പത് കമ്പാരിസൺ. ആർക്കും വേണേ ഗിവ് അവേ കൊടുക്കാന്നറിയാം. വേണ്ടവർ വരിക. അടുത്ത ഗിവ് അവേ ഇതാണ്, തിരിച്ചെടുക്കുന്നതല്ല, അടുത്ത ഗിവ് അവേ ഇതാണെന്ന് അറിയാം. ആർക്കും വേണമെങ്കിലോ ഇനി എന്നാ വരികയാന്ന് വരണം അല്ലേ. അങ്ങനെ ഇതാ അവർ പുല്ലരിയാൻ വേണ്ടിയിട്ട് പോയിട്ടാ. ഇനി പൊന്നിച്ചനും അമ്മ ഇറങ്ങണം. അപ്പോൾ അവർ രണ്ടുപേരും ഓരോ ട്രോഫി വെച്ച് കളിപ്പിക്കുമ്പോൾ ഞാൻ പിന്നെ കുമ്പേലുള്ള വാവിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ലുട്ടനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ഓടി കളിക്കുകയാണ് അവിടെ. ഇനി അധികം ലേറ്റ് ആയിക്കൂടാ, ഇരുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പൂൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ രണ്ടാളും കൂടെ വന്നത്. ഇളയമേനോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞത് അവർ ഇറങ്ങാണ് കേട്ടോ. ആകെ എന്തോ ഒരു സങ്കടം, കാരണം അമ്മ ഇപ്പം നാളെ ആകുമ്പോൾ പോവുമല്ലോ. അല്ലും തുമ്പിയൊക്കെ അത് കേട്ടോ, അവർ പോണേൻ്റെ ഒരു സങ്കടം കാണിക്കുകയാണ്. പിന്നെ അവരെല്ലാ മാസവും വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേഗം വരുമായിരിക്കും. പിന്നെ എന്തെന്നാ അങ്ങനെ ഇപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കുക. ഞാൻ പിന്നെ ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞതാണ്, കാരണം വണ്ടീൻ്റെ ലൈറ്റിനെന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ ലേറ്റായാൽ എനിക്കൊരു പേടിയാണ്. അങ്ങനെ അവർ പോവാണ് കേട്ടോ. അല്ലൂട്ടനും വഴിക്കൽ പോകുന്നോടം വരെ പോയി ടാറ്റയും ബേബിയും പറഞ്ഞ് വയ്യാതെ കൂടിയതാണ്. ഇനിയിപ്പം അവരിന്ന് വീട്ടിൽ നിന്നിട്ട് നാളെ, അതായത് 7-ാം തീയതി പോവൂട്ടോ. പിന്നെ പോകുമ്പോൾ തുമ്പി ക്യൂട്ട്നെസ് ഇടുന്നതാണ്, കൊഞ്ചുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക തരം കൊഞ്ചലാണ് കേട്ടോ കുട്ടിക്ക്. ഇങ്ങനെ മുടി കെട്ടിയാനിട്ട് തന്നെ ചിരി വരുന്നുണ്ട്. അങ്ങനെ ഇതാ അമ്മ പോവാണ് കേട്ടോ. ശ്രദ്ധിക്ക്, നോക്കണം, അടുത്തിരി വിളിക്കാം, പോയിട്ട് വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പോണത് കേട്ടോ. പിന്നെ എനിക്ക് ഈ വളവൊക്കെ ഭയങ്കര പേടിയാണ്, കാരണം ഈ വളവ് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വളവാണ്. അമ്മേനെപ്പം ഞാൻ ചീത്ത പറഞ്ഞത് അതാണ്, കാരണം ഹെൽമെറ്റ് ഇടാതെ വന്നതിന്. ഹെൽമെറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് വിട്ടതാണ്. പിന്നെ അത് അവിടെ വിളക്കെത്തിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. വിത്തിൻ 2 days നമ്മൾ ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബൈ.